ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്നുള്ളത് ഇഞ്ചെ ഓർമ്മകൾ ഉറങ്ങുന്ന നമ്മളെ ഹൈസ്കൂളിലാണ്. ഞാൻ 8ഉം 9ഉം ഒക്കെ പഠിച്ചത് ഇവിടെയാണ്. 10ക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ 8ഉം 9ഉം പഠിച്ച ഇവിടെയാണ് ഇഞ്ചെ സ്കൂള്. ഇപ്പോൾ ആ സ്കൂളൊന്നും ഇല്ല. അന്ന് ഓർക്കാൻ പറ്റിയാൽ ഞങ്ങൾ പോരുമ്പോഴല്ലേ ബിൽഡിങ് അറിയുന്നത് ഏതാണ്, ഇതാണ് ഇത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ സ്കൂട്ടി പഠിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നതാണ് ഒരാളപ്പം. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് വന്നപ്പോഴാണ് എൻ്റെ ആ ഓർമ്മകൾ ഉള്ള സ്കൂൾ കണ്ടപ്പോഴേ അന്നത്തെ എല്ലാ സുഹൃത്തുക്കളെയും ഒക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. ഇത് കണ്ടപ്പോൾ അന്നില്ല എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ ഇപ്പോഴും വഴിയിലൊക്കെ വെച്ച് കണ്ടുമുട്ടാറുണ്ട്. ഞാൻ 10ാം ക്ലാസ് പോകാത്തതുകൊണ്ട് ഗെറ്റ് ടുഗദറിലൊന്നും പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ പ്രവാസിയായി 10-18 കൊല്ലം അങ്ങനെ പ്രവാസിയായാണ്ടും പിന്നെ നാട്ടിൽ ഇങ്ങനെ പരിപാടിയൊന്നും ഉണ്ടാകുമ്പോൾ നമ്മൾ ഒത്തുകൂടലില്ല, ഞാനതിൽ പെടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ കളിച്ചീന ഗ്രൗണ്ട് ഉണ്ടല്ലേ, ഞാൻ കളിച്ചീന ഗ്രൗണ്ട് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ. ഇന്ന് സ്കൂൾ ഹൈടെക്കായി, കാരണം ഇപ്പോൾ ഇവിടെ +2 എന്നൊക്കെ ഉണ്ട്. കണ്ടോ ചെടികളും അന്നാകെ ഒരു മരം ഉണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഈ മരമാണോ ഡൗട്ടുണ്ട്. ഞങ്ങൾ അവിടെ പാറക്കോറിയ അവിടേക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഞങ്ങൾ കളിച്ചാൽ അങ്ങനെ പോവും. ഇവിടെ കളിച്ചേനും ഇവിടെയാണ് എൻ്റെ ക്ലാസ്. ഇവിടെ പുതിയ ബിൽഡിങ് വന്നിട്ടോ. ശരി, ഇവിടെ എൻ്റെ ക്ലാസ്. ഈ ഇവിടെ മുമ്പത്തെ ബിൽഡിങ്. പക്ഷെ അന്നത്തെ ഓർക്കാൻ പറ്റിയ ക്ലാസ് ഇവിടെ അന്നത്തെ ആ ബോർഡർ, സെൽഫി മോഡ് എക്സാമിനേഷൻ ഉണ്ടാവും. ബോർഡ്, അന്നത്തെ ബോർഡ്, ബെഞ്ചൊക്കെ തന്നെ കേട്ടോ. അന്നത്തെ ഇരുമ്പിൻ്റെ കാലിലെ ആ ബെഞ്ച്. അന്ന് മൊയ്തീന് നെയ്തച്ചിന് ഞാൻ കുറേ സുഹൃത്തുക്കളുണ്ട്. എന്താ പറയുക, പിന്നെ ഇപ്പോഴും ഞങ്ങൾ വൈക്കുന്ന കണ്ടുവിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഉദ്യോഗസ്ഥരാണ്. പല ആളുകൾ ഉദ്യോഗസ്ഥരാണ്. പെണ്ണുങ്ങളെ കാണലുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് ആ പഴയ കാലം ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ ആ ഓർമ്മകൾ ഞങ്ങളായിട്ട് ഇങ്ങനെ പങ്കുവെച്ചതാണ്. സ്കൂള് പോകാത്തവരും പിന്നെ സ്കൂളിൻ്റെ ജീവിതം അറിയാത്തവരും ആരും ഉണ്ടാവില്ലല്ലോ, സ്കൂൾ ഓർമ്മകൾ. അപ്പോൾ നമുക്ക് സ്കൂള് പിന്നെ അന്നത്തിലേറെ ഒരുപാട് മാറ്റം വെച്ചപ്പോൾ ഒരുപാട് കണ്ടില്ലേ. അതിൻ്റെ അപ്പുറത്തെ ആ തൊടുക്കൊക്കെ ഇടക്കിടക്ക് ഞങ്ങൾ പിന്നെ മാങ്ങെടുക്കാനും ഇതിനൊക്കെ അപ്പുറത്തേക്ക് മതിൽ ചാടിപ്പോയിരുന്നു പണ്ടത്തെ കാലത്ത് കേട്ടോ. ഇപ്പം അന്നൊക്കെ പേടിച്ചിങ്ങനെ നടന്നീന് ആ ഒരു കാലം ഓർമ്മകൾ. ഒന്ന് കട്ട് ചെയ്യാം.